ഇന്ന് ഇഞ്ചിയും മഞ്ഞളും ഒക്കെ പറിക്കാൻ പോകുന്നത്. ഞാൻ മാത്രമല്ല ഉള്ളത്, സോറി തെറ്റുപോയതാണ്. ഞാൻ മാത്രമല്ല ഉള്ളത്, അമ്മയും അപ്പയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ കൂടെ പോന്നോളൂ. നമുക്ക് അങ്ങോട്ട് പോവാം. ആദ്യം നമ്മൾ ഗേറ്റ് തുറക്കണം. വാ വെള്ളമില്ലാത്തതാണ് ഈസി ആയിട്ട് നടന്നു പോകാൻ കേട്ടോ. വെള്ളമില്ലാത്തതാണ് സൂക്ഷിച്ചു വരണം ക്യാമറമാൻ. വേണ്ട അവിടെ കണ്ട അവിടെ ചെറിയ ചെറിയ പൂക്കളും മരങ്ങളും ഒക്കെ ഉണ്ട്. ഹലോ 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 ഇങ്ങ് നോക്ക് നോക്ക്. ഹലോ ഇങ്ങ് നോക്ക്. ഹലോ ഹലോ ഇങ്ങോട്ട് നോക്കിക്കേ നോക്കിയേ. ചുമ്മാ കാറ്റുണ്ട്. പോവാ പോവാ നമുക്ക് പോവാം. ഒരു ഡേഞ്ചർ പ്ലേസ് ആണ്. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പടിപാടുന്നതാണ്. എല്ലാവർക്കും വ്ളോഗ്സ് ഫണ്ണാക്കിയതിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എന്താ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഹോം ടൂറിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നു. കുറേ പേര് കണ്ടു, നന്ദിയുണ്ട്. എല്ലാവരും ഭയങ്കര നന്ദിയുണ്ട്. എല്ലാവരും കണ്ടു, എന്നെ കുറേ സപ്പോർട്ട് ചെയ്തു ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ. നന്ദി ആദ്യം തന്നെ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചിയും എന്തായിരുന്നു മഞ്ഞളും ഇഞ്ചിയും അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതെങ്ങനെ നമുക്ക് എടുക്കാം എന്നൊരു വീഡിയോ അത് കുറച്ചൊക്കെ ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ പേര് ഉരുക്കുന്നതാണ്. പണ്ട് കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കുക. എനിക്കിവിടെ പണിയൊന്നും എടുക്കുക. ഞാൻ എന്താ മടിച്ചാണ്. അപ്പനെല്ലാം ചെയ്യുകയാണ്. അപ്പനാണ് ഇതെല്ലാം ചെയ്യുന്നത്. നല്ല രസം തന്നെയാണ്. ഇതാണ് നമ്മുടെ ഇഞ്ചി ഒരുക്കി വെച്ചാലേ ഇത് ഇഞ്ചി ഒരുക്കിയതല്ലേ. ഇഞ്ചി ഉരുക്കി നല്ല ചിക്കൻ, നല്ല മുഴുത്ത ഇഞ്ചി. ഒറ്റ ചോടാണിത്. ഒറ്റ ചോടാണോ? ഒരു ചോട് വേണ്ട. ഓക്കെ, നല്ല ഇതുപോലെ ഉണ്ടാവണം. ഇതുപോലെ ഉണ്ടായെങ്കിലാണ് നമുക്ക് നല്ല ചിക്കൻ പോലെ അറിയാതെ പറഞ്ഞു. ഇതൊക്കെ ഇതാണ് ഇഞ്ചി ഉരുക്കി വെക്കാം. ഇത് ഒരുക്കിയിട്ട് പണ്ടൊക്കെ ഇത് ചിരണ്ടി ചുക്കുണ്ടാക്കും, ഉണക്കി. ഇതാണ് ചുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുർവേദ ഇതിനൊക്കെ ഉണ്ടാക്കണം ചുക്കില്ലേ. പണ്ടൊക്കെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്പോഴൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇതുപോലെ ഓരോ പിള്ളേർക്ക് ഇട്ട് കൊടുക്കും. അവരിത് ഒരുക്കി മാറ്റിയിടുന്നിടത്തുനിന്ന് അന്ന് വേറെ പ്രായം ചെന്നവർക്ക് അത് ചുക്കാക്കാൻ വേണ്ടി ഓരോന്ന് തൂക്കി ഓരോ കൊട്ട തൂക്കി കൊടുക്കും. അത് അരിവാലി കത്തിയും കൊണ്ട് ചിരണ്ടി വെയിലത്തിട്ട് ഉണക്കി ആണ് ഇത് അന്ന് വിൽക്കണത്. ഇന്നത്തെ പോലെ പച്ചയ്ക്കൊന്നും അന്ന് മാർക്കറ്റില്ല. അന്ന് ഉണക്കി കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് പച്ചയ്ക്കും. അന്നത്തെ പിന്നെ ഇഞ്ചിയും വ്യത്യാസമുണ്ട് കുറേ കൂടെ. ഇതാണ് അപ്പം തന്നെ നിങ്ങളോട് എല്ലാം പറഞ്ഞു തന്നു. എനിക്കിനി ഒന്നും പറയാനില്ല. അപ്പം പണ്ടത്തെ കാലത്തൊക്കെ പിള്ളേർക്ക് ഇങ്ങനെ വിളിക്കാൻ പ്രായമായവർക്ക്
ചുക്കുണ്ടാക്കാൻ കൊടുക്കുമായിരുന്നു. ചുക്കുണ്ടാക്കാനല്ലേ ചുക്ക് പിന്നെ ചുക്ക് എന്ന് പറഞ്ഞാൽ അത് കുറെ പ്രായം ഉള്ള ആൾക്കാരാണ് അത് ചെയ്യണത് ആ പണി. അവർക്ക് ഓരോ ഇത്ര വെച്ച് 10 കിലോ വെച്ച് അത് കിലോയ്ക്കാണ് അന്നൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ. അത് കൊടുത്താലും കിട്ടണം. എന്നിട്ട് അന്ന് പാറയിലൊക്കെ അന്ന് വാർക്കേ അങ്ങനെ ടെറസൊക്കെ കുറവല്ലേ, പാറയിൽ കൊണ്ടിട്ടാണ് ഇത് ഉണക്കണത്. പിന്നെ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കേടാവും. ഇതിന് മറുതൊലി എന്നും പറഞ്ഞിട്ട് സാധനം ചുക്കിന് വീണ്ടും തൊലി വരും നനഞ്ഞിട്ടുണ്ടെങ്കിൽ. ചരണ്ടിയ ചുക്കയിൽ മറുതൊലി വരുന്നു. അപ്പോൾ നമ്മൾ ഈ വെയിലൊക്കെ മാറി മഴ വരാൻ പോകുന്ന നേരത്തെ നമ്മൾ ഈ സാധനം എടുക്കാൻ പോകുന്ന പോലെ തന്നെയാണ് ഈ ചുക്കും ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് അല്ലേ? പിന്നെ ഇതിനകത്തുനിന്ന് നല്ലത് നോക്കി നമ്മൾ കുറച്ച് വിത്തിന്. അപ്പോൾ ഞങ്ങളിവിടെ മഞ്ഞൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പെണ്ണിയപ്പോഴൊക്കെ ഇടയ്ക്ക് സൺഡേസിലൊക്കെ അപ്പനെ സഹായിക്കാൻ വരുന്ന ബായാണ്. ബായ് കൊൽക്കട്ടക്കാരനാണ്. അപ്പോൾ ബായുടെ പേരെന്താണ് നമുക്കൊന്ന് ചോദിച്ചേക്കാം. ബായുടെ പേരെന്താണ്? ഷഹാബാൻ എന്നാണ് ബായുടെ പേര്. ഭയങ്കര വലിയ പേരാണ് ഷഹബാൻ. ബായ്ക്ക് നല്ല മലയാളം അറിയാം, അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ ചോദിച്ചത്. സാധാ ചാമ്പ, ആപ്പിൾ ചാമ്പ, പനിനീർ ചാമ്പ, ചീമച്ചാമ്പ. ഇത് ആപ്പിൾ ചാമ്പ. എനിക്ക് പോയി ഇതിപ്പോ ആപ്പിൾ ചാമ്പയാണ്. നമ്മുടെ ഇവിടെ പലതരത്തിലുള്ള ചാമ്പകളുണ്ട്. ജിമിക്ക് ചാമ്പ, പനിനീർ ചാമ്പ, കുറെ ചാമ്പകളുണ്ട്. ഇത് ആപ്പിൾ ചാമ്പയാണ്. നമ്മൾ ഇഞ്ചി ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ലടി, ഇഞ്ചി എടുത്തിട്ട് ഇതിങ്ങനെ വേരെല്ലാം കഴിഞ്ഞ ഡ്രസ്സ് ചെയ്ത് ഇടുക എന്നാണ്, ക്ലീൻ ചെയ്ത് ഇടുക എന്നാണ്, ഒരുക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പശുവിനെ മാറ്റി കെട്ടിച്ചു. മഞ്ഞളൊക്കെ എടുക്കാണ്. ഇതാണ് മഞ്ഞൾ. കേട്ടല്ലോ ഇങ്ങനെ ഇഞ്ചി ഒക്കെ പറിച്ച് കാണുന്നത്. അപ്പടിയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇഞ്ചി മല പോലെ കൂട്ടിയിട്ട് ഇഷ്ടംമാതിരി കൃഷി. അന്നെന്നൊക്കെ പറഞ്ഞാൽ മെയിൻ കൃഷിയാണല്ലോ ഇഞ്ചി ഇതൊക്കെ. എന്നിട്ട് ഇങ്ങനെ എന്നാ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പറിച്ചിട്ട് ഇഞ്ചി ഇപ്പം ഇതുപോലെ ഈ ഒരുക്കണില്ല അപ്പാ,
ഈ ഒരുക്കണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേരും ഇതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്യണതിനാണ് ഒരുക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരുക്കാൻ വേണ്ടി ഇങ്ങനെ പിള്ളേർ അന്ന് ഈ പിള്ളേരൊക്കെയാണ് 10-15 വയസ്സുള്ള പിള്ളേർ സെറ്റുകാരാണ് ഒരുക്കണത്. അവർക്കിങ്ങനെ ഓരോ വല്ലം വെച്ച് കൊടുക്കും. ഒരു വല്ലത്തിന് അന്നൊക്കെ 50 പൈസ ഇതൊക്കെയാണ് പൈസ. പൈസ എന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയ തുക 50 പൈസ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പിള്ളേർക്ക് അങ്ങനെ ഇന്നത്തെ പോലെ ഒന്നുമല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു മിഠായി ഒക്കെ മേടിക്കണമെങ്കിൽ അപ്പോൾ അത് ഒരുക്കിയിട്ട് പിള്ളേരിങ്ങനെ ഒരുക്കി ഇതിടും. എന്നിട്ട് ഒരുക്കി വല്ലത്തിൽ വെച്ചേക്കണില്ലേ ഇതുപോലെ ഒരുക്കിയേക്കണത്. എന്നിട്ട് വേറെ കുറേ കൂടെ പ്രായമുള്ള ആൾക്കാരാണ് ഇതിൻ്റെ ചിരണ്ടുക എന്ന് പറയും. ഇഞ്ചി ചിരണ്ടി ചുക്കാക്കാൻ വേണ്ടി. അവർക്ക് കാശാണ്. അവർക്ക് ഇത് ഇത്ര ഒരു 10 കിലോ വെച്ച് അങ്ങനെയുള്ളതിനാണ് പൈസ. അത് തൂക്കി ഓരോ പങ്ക് എല്ലായിടത്തും നല്ല തണൽ നോക്കി ഇട്ട് കൊടുക്കും. അവരത് ചിരണ്ടി അതൊന്നുകൊണ്ട് ഇതിൻ്റെ തൊലി ഇങ്ങനെ മൊത്തമൊന്നും ചിരണ്ടില്ല. മെയിനായിട്ടുള്ള ഭാഗത്തോട്ടുള്ളതൊക്കെ ചിരണ്ടിയിട്ട് വെയിലത്തിട്ട് ഉണക്കി അന്നേരം കിട്ടണതാണ് ചുക്ക്. അതാണ് ആയുർവേദത്തിൽ ചുക്ക് കാപ്പി എന്നൊക്കെ കേട്ടിട്ടില്ല നമ്മൾ മരുന്നിനും ആയുർവേദത്തിനും. അതാണ് ഇഞ്ചി എന്നുള്ള മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് എത്ര നാൾ വേണേലും കേടുകൂടാതെ സൂക്ഷിക്കാം. ഉണങ്ങി നന്നായിട്ട് ഉണങ്ങി വെയിലത്തിട്ട് ഉണങ്ങി ആയി കഴിയുമ്പോൾ അപ്പം അന്ന് ഇതുപോലെ പച്ച ഇഞ്ചിയും പച്ചയ്ക്കുള്ള ഇഞ്ചി ഇപ്പം ഇന്നൊക്കെ ആൾക്കാർ കുറച്ച് ഇഞ്ചി ചെയ്തു അത് പച്ചക്കറി കടയിൽ ഇഞ്ചി നമ്മൾ കറിക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ലാർജ് സ്കെയിലിൽ ഉപയോഗിക്കണ ഒരു കുറവുള്ള നമ്മളിതിപ്പം അങ്ങനെ ചെയ്തതാണ്. ഇത് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യത്തേന് നമുക്ക് ഇച്ചിരി കൂടുതൽ ഈ ഇപ്പോൾ ഉള്ളത് ഇനി നമ്മൾ വിത്തിനായിട്ട് മാറ്റി വയ്ക്കും. ഇങ്ങനെ നല്ല ഇങ്ങനെയുള്ള പാവ് നോക്കി ഇത് പയ്യ അന്നൊക്കെ ചാണകം കലക്കി അതിനകത്തൊക്കെ മുക്കിയിട്ടാണ് ചാണകത്തിൻ്റെ തെളിനീര് മുക്കിയിട്ട് ഈ ചേരെന്ന് പറയും. ചേര് മറ്റേ അടുപ്പ് കത്തിക്കണതിൻ്റെ മുകളിൽ ഉള്ളത് കണ്ടിട്ടുണ്ടോ നീ? എന്നിട്ട് അവിടെ ഇങ്ങനെ നല്ല അഴിയായിട്ട് ഇട്ടേക്കണത്തിൽ ഇട്ടിട്ട് ഈ ഇഞ്ചി നിരത്തി വെച്ചിട്ട് അടിയിൽ നിന്ന് പുക കൊടുക്കും. എന്നിട്ട് ഇത് മുള വരും. ചെറിയ മുളകൾ വന്നു കഴിയുമ്പോഴാണ് അതിൽ നിന്ന് ഇങ്ങനെ ഒടിച്ചാണ് നമ്മളിങ്ങനെ കണ്ടം വെട്ടി നടണത്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പം ഈ പ്രാവശ്യം നമുക്ക് ഇനി ഇത് ഉള്ളത് നമുക്ക് കുറച്ച് നല്ലത് നോക്കി നമുക്ക് ഉള്ളത് നടാം. അപ്പോൾ നമുക്ക് കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 1 കിലോ അങ്ങാണ്ട് ഇഞ്ചി എങ്ങാണ്ടായിരുന്നു. 1 കിലോ മാത്രം നട്ടാൽ ഇതിപ്പോൾ ഒരു 50 കിലോ നമുക്ക് കിട്ടും. 2 കിലോ എങ്ങാണ്ട് നട്ടാ 50 കിലോയിലും 10 എല്ലാം കൂടെ കുറച്ച് കഴിഞ്ഞാൽ ഇഞ്ചി പിന്നെ ഇപ്പം പല സൈസ് ഇഞ്ചിയുണ്ട്. ഹൈബ്രിഡ് ഇപ്പോഴത്തെ രീതിയിൽ. പണ്ടൊക്കെ ഒത്തിരി ഉള്ള ഇച്ചയുടെ നല്ല ഫൈബർ കൂടിയ ഇഞ്ചികളായിരുന്നു. അപ്പോൾ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ കിട്ടും. ഇതിനകത്ത് ജലാംശം കൂടുതലാണ്. ഫൈബർ എല്ലാത്തിനകത്തും ഉണ്ടല്ലോ. ഫൈബർ കൂടുമ്പോഴാണ് അത് നല്ല ഇത് ആരോഗ്യപ്രദമായ സാധനം ഇഞ്ചി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണ്. അപ്പോൾ പിന്നെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതല്ലേടി ആയുർവേദത്തിലെ ഏറ്റവും ചുക്കില്ലാതെ ഒരു കഷായം ഇല്ലെന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ അത് ചുക്ക് ഉപയോഗിക്കാത്ത ഒരു മരുന്നുമില്ല. അപ്പൊ അതുപോലെ അതല്ലേ പറഞ്ഞത്. ഇപ്പൊ ചുക്കിന്റെ കാര്യമല്ലേ പറഞ്ഞ ഇഞ്ചി എന്നുള്ള പ്രോഡക്റ്റ് ആണ് ചുക്ക്. അതിന്റെ ഫൈനൽ കിട്ടുന്ന സാധനമാണ് ഉണക്കിയെടുക്കണേ, സംസ്കരിച്ചെടുക്കണേ. അപ്പൊ അതാണ് ചുക്ക്. ചുക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ചുക്കില്ലാതെ കഷായം ഇല്ലെന്ന്. കഷായം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ രീതിയിലുള്ള പണ്ടത്തെ ആയുർവേദ ഹോസ്പിറ്റലൊന്നും ഇല്ല. അന്ന് നമ്മള് വീടുകളിൽ തന്നെ പറമ്പിൽ നിന്ന് മരുന്നുകളൊക്കെ പറിച്ച് ഇതുപോലെ ചുക്കൊക്കെ വീട്ടിലുണ്ടാക്കി പിടിക്കുമ്പോ അതിൻ്റെതായിട്ടുള്ള മരുന്നുകളായിരിക്കും. അതിനെ കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ അറിയത്തില്ല. അത് വിഷ ചികിത്സയ്ക്കുള്ള ആൾക്കാരും എന്ന് പറഞ്ഞാൽ ഇഞ്ചിയല്ല ദഹന പനിയല്ല വയറ് സംബന്ധമായ ദഹന സംബന്ധമായ കാര്യങ്ങൾക്കാണ് ഇഞ്ചി. ചുക്ക് കാപ്പി എന്ന് പറയുമ്പോൾ ചുക്ക് തന്നെയല്ല, ചുക്ക, കുരുമുളക്, കരിപ്പെട്ടി, ശർക്കര ഒക്കെ അങ്ങനെ ഇട്ടുള്ളതാണ് ചുക്ക് കാപ്പി. ഇപ്പൊ ഇഞ്ചിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി അടുത്തത് മഞ്ഞള്. മഞ്ഞളെന്ന് വെച്ചാൽ മഞ്ഞളും അതുപോലെ തന്നെ ഇഞ്ചിക്കാലായി ഇതാണ് ബോളും കിട്ടുമെന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇപ്പൊ ഇഞ്ചി പറിച്ചാ നമുക്ക് ബോളും കിട്ടും. എന്നറിയോ? മഞ്ഞൾ ഇപ്പൊ നമ്മൾ പറിച്ച് അവിടെ ഇട്ടേക്കണ കണ്ടില്ലേ? ആ മഞ്ഞളിന്റെ നമ്മളിപ്പോ പറിച്ച് ഇതുപോലെ തന്നെ ഇപ്പൊ എടുത്തേക്കണോ. എന്നിട്ട് ഇനി അത് ഇതുപോലെ തന്നെ
എന്തെങ്കിലും കുഞ്ഞ് ചെയ്യുന്നുണ്ട്. 5 രൂപയ്ക്ക് ഇഞ്ചി മേടിച്ചാൽ കുഞ്ഞ് കഷ്ണം കിട്ടും. ഇതൊക്കെ 1 കിലോ ഇഞ്ചി എത്ര കാശാന്നറിയോ? എടിയാക്കൂ. ഇപ്പൊ ഇഞ്ചിയുടെ കാര്യമൊക്കെ മനസ്സിലായി. മഞ്ഞളാണ്. അപ്പൊ അടുത്ത് നമ്മള് മഞ്ഞള് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ ഇപ്പൊ ഇതുപോലെ തന്നെ ഇപ്പൊ പറിച്ചിട്ടിട്ടുണ്ടല്ലോ. പറിച്ചിട്ടേക്കണ ഇതുപോലെ തന്നെ നമ്മള് ഒരുക്കണം. അതിന്റെ വേരും ബാക്കിയെല്ലാം കഴിഞ്ഞ് ക്ലീൻ ആക്കി എടുത്തിട്ട് ആർക്ക് വേണേലും ക്ലീൻ ചെയ്യാം. അതൊക്കെ പണ്ടൊക്കെ എന്നാ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്കും കണ്ട് ഒരു അവർക്ക് ചെയ്യാവുന്ന ലൈറ്റ് ആയിട്ടുള്ള പണിയാണ് പിള്ളേരെ ഏൽപ്പിക്കുന്നത്. അതിന്റെ വേര് കളയെന്ന് പറഞ്ഞാൽ വലിയ കട്ടിയുള്ള പണിയല്ലല്ലോ. അതിനാണ് പിള്ളേരെ ഏൽപ്പിക്കണത്. പിള്ളേർക്ക് വേണേലും കളയാം. ഇപ്പൊ ഞാനല്ല വേര് കളയാം. നീ വർത്താനം പറയണല്ലേ ഉള്ളൂ. അപ്പം വർത്താനത്തിന്റെ കൂടെ പണിയും കൂടെ എടുത്താലാണ് കാര്യങ്ങൾ നടക്കുള്ളൂ. പിന്നെ മഞ്ഞളിന്റെ കാര്യം പറഞ്ഞല്ലോ. മഞ്ഞൾ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അതിന്റെ കണക്കെന്ന് പറയും. അതാണ് നമ്മളെ മെയിനായിട്ട് അതിൽ നിന്ന് എടുക്കേണ്ടത്. അതിന്റെ തട എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴിച്ചിടുന്ന ഭാഗമാണ് തടയെന്ന് പറഞ്ഞത്. കുഴിച്ചിട്ട് കഴിയുമ്പം അതിന്റെ വലുതായിട്ട് വരുന്നത് അതും നമുക്ക് ഉപയോഗത്തിൽ എടുക്കാം. അപ്പനോട് കുറെ കാര്യങ്ങളായാലും എനിക്കിപ്പോ മനസ്സിലായി. അപ്പൊ ഞാൻ മഞ്ഞളിനെ പറ്റിയും കൂടി അപ്പനോട് നമുക്ക് പറഞ്ഞു നോക്കാം. അപ്പൊ മഞ്ഞളിനെ പറ്റി എന്താണ് പറയാനുള്ളത്? മഞ്ഞളിപ്പോ നീ ഇത് കാണുന്നില്ല. ഇതാണ് മഞ്ഞള്. ഇതിപ്പോ നമ്മുടെ മഞ്ഞള് ഇത് നമ്മുടെ മഞ്ഞള് കൃഷി നമ്മുടെ മോശ. ഇത് മഞ്ഞൾ ഇങ്ങനെയൊന്നും അല്ല. മഞ്ഞള് നല്ല ശരിക്കും ഇതാണ് നമ്മൾ കുഴിച്ചിട്ട ഭാഗം. തടയെന്ന് പറയാം. ഇതാണ് തട. അപ്പൊ ഈ തടയും നമുക്ക് വേണമെങ്കിൽ കുഴിച്ചിടാൻ വേണ്ടി ഉപയോഗിക്കാം. കുഴിച്ചിടണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ ഇതാണ് ശരിക്കും കുഴിച്ചിടേണ്ടത്. ഇത് കണ്ടോ, ഇത് മുള ഇങ്ങനെ വരാൻ വേണ്ടി കണ്ടോ ഈ മുള. അപ്പോൾ അത് ഓരോ ഇതായിട്ട് നമുക്ക് കുഴിച്ചിടാം. ഇതാണ് നമ്മൾ വിത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ബാക്കി നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി മഞ്ഞൾ ഇതിനു വേണ്ടി. മഞ്ഞളിപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് പറ്റില്ല. ഇത് ആവി കയറ്റി വെയിലത്തിട്ട് ഉണക്കിയാണ് മഞ്ഞൾ നമ്മൾ വീണ്ടും ചുക്കിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മഞ്ഞളും പ്രോസസ്സ് ചെയ്തെടുക്കുവാണ്. കേട്ടോ, പറഞ്ഞു മനസ്സിലായോ? അത് മഞ്ഞള് ആവി കയറ്റി അതെന്നുവെച്ചാൽ ഒത്തിരി ഇതായി കഴിഞ്ഞാൽ ഇതിനകത്തു നിന്നുള്ള ഗുണങ്ങളൊക്കെ പോകും. അപ്പോൾ അത് അതിന്റെ പാകത്തിന് ആവിയിൽ പുഴുങ്ങാന്നാണ്. എന്നിട്ട് അപ്പോൾ ഇത് നമ്മുടെ മഞ്ഞൾ എന്നാണ് നമ്മുടെ മോശമായി. മഞ്ഞൾ നിന്നപ്പം ഭയങ്കര നല്ല തഴച്ചു വളർന്നു നിന്നതാണ്. പക്ഷെ അത് വിത്തിൻ്റെ ആണോ നമ്മുടെ കാലാവസ്ഥയുടെ ആണോ എന്നാന്നറിയത്തില്ല. മഞ്ഞൾ നമ്മുടെ തീർത്തും മോശമാണ്. നമുക്ക് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യത്തേന് നോക്കാം. അപ്പൊ മഞ്ഞള് കണ്ടില്ലേ? സംഭവം മനസ്സിലായില്ലേ? നമുക്കിവിടെ കാച്ചിലുണ്ട്. ഇതാണ് നമ്മുടെ കാച്ചിലിന്റെ ചോടാണ്. ഇത് നമ്മുടെ കാച്ചിലിന്റെ ചോടാണ്. അത് നമുക്ക് പറിച്ച് നോക്കാം. കാച്ചിൽ ഇത് ഉണങ്ങി. ഇത് ഇപ്പൊ എന്താണ് പറിക്കാൻ പാകമായിട്ട് ഇതിന്റെ അടിയിലൊക്കെ ഈ കാച്ചിൽ എന്നൊന്ന് പറിക്കാവായി. ഒരു കാച്ചിൽ ഓർമ്മ പറിക്കാവോ? അതെ, മഞ്ഞൾ ഒരുക്കാനായിട്ട് കുറച്ച് ദിവസം കണ്ട് ഇട്ട് കഴിഞ്ഞിട്ടെങ്ങാണ്ട് അതിന്റെ വേര് പോകാൻ എളുപ്പമൊന്നുമില്ല. ഈ ബായി വിടുന്നത് കൽക്കട്ടയിൽ കൂവളത്തിന്റെ അവിടെ ജ്യൂസ് അടിച്ച് കഴിക്കണതാണ് ഭയങ്കര. അത് പക്ഷെ കുറെ കൂടെ വെറൈറ്റി ആണ്. അതിനകത്ത് ബോളും ഉണ്ടോ? അത് കൂവളത്തിന്റെ കായ ബോൾ പോലെ കിടക്കുന്നുണ്ടോ? കൂവളത്തിലോട്ട് നമ്മൾ കാച്ചിൽ കയറ്റി വിട്ടേക്കുന്ന കാച്ചിൽ നമ്മൾ പറിക്കാൻ പോകുന്നത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഓക്കെ, നോക്ക്.
നമ്മുടെ ബോള് പൂവളം ബോൾ പോലത്തെ സാധനമാണ്. ആയുർവേദത്തിലെ ഒരു മരുന്നാണ് ഇത്. ബായ് പറയുന്നത് കൊൽക്കട്ടയിലൊക്കെ ഇത് ജ്യൂസൊക്കെ അടിക്കാറുണ്ടെന്നാണ് ബായ് പറയുന്നത്. കുറേയുടെ വെറൈറ്റി ആണ്. അതിന്റെ കാ കുറേയുടെ വലുതാണ്. അത് ചിലപ്പോൾ ഇച്ചിരി ഹൈബ്രിഡ് ആയിരിക്കും. നമ്മുടെ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുകൊണ്ടായിരിക്കും. നമ്മുടെ നാട്ടിലുള്ളതാണ്. നമ്മൾ ഇന്ന് രാവിലെ വന്നപ്പോൾ തന്നെ ഉണ്ടല്ലോടി ബായി ഒരു കൂളത്തിന്റെ കായൊക്കെ തിന്നു. ഇത് നമ്മളെ കരിക്കില് പറയുന്ന പോലെ പറ്റും, നമുക്ക് പറ്റും. ഇത് നമ്മുടെ കാച്ചിലിതാ റെഡിയായി വരുന്നുണ്ട്. കാച്ചിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇങ്ങനെ അതിന്റെ കളറും പൈ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. കാച്ചിൽ പറിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ശ്രമകരമാണ്. എന്നാന്ന് വെച്ചാൽ അതിന്റെ കള കൊള്ളാതെ നമ്മൾ ഫുള്ളായിട്ട് പറിച്ചെടുക്കണേ ആദ്യം നമ്മൾ അതിന്റെ നാല് ചുറ്റും കളച്ച് താത്തി അത് എടുത്തെങ്കിലാണ് അത് ഫുള്ളായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കളച്ച് മുറിച്ച് അങ്ങനെ പറഞ്ഞു. കാച്ചില് അവള് ഭയങ്കര പാടാണ്. ഭയങ്കര സ്മൂത്ത് ആയിട്ടെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പോകട്ടെ. ഇത് കാച്ചിലാകുമ്പോൾ ഒരു പൂകളം മരത്തേക്കാണ് നമുക്ക് പൂവളം മരത്തേക്കാണ് കയറിയേക്കുന്നത്. അപ്പനെന്തെങ്കിലും ഇതിനെപ്പറ്റി പറയാമല്ലോ. ഈ കാച്ചിലിനെ പറ്റി എന്താ അപ്പയ്ക്ക് സംസാരിക്കാനുള്ളത്? കാച്ചിലിനെ കുറിച്ച് സംസാരം കുറവാണ്, പ്രവർത്തിയാണ്. കാച്ചില് നമ്മള് ചുമ്മാ ഒരു ഇതായിട്ട് ഇട്ട് നോക്കിയാണ്. പക്ഷെ അത് നല്ല ഇഞ്ചിക്കാച്ചിൽ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി. കാച്ചില് കുറെ വെറൈറ്റി ഉണ്ട്. ഇത് ഇഞ്ചിക്കാച്ചിലാണ്. മനസ്സിലായോ? താഴെ ഉണ്ടോ ദാസ്തി? അത് പണിയാ. ഞാനിന്നാള് അത് താഴ്ത്തോട്ടും അത് നല്ല പണിയാണ്. അതിൽ ഒഴിക്കണമെങ്കിൽ അത്രയും നെല്ല് കുഴി കുത്തിയിട്ട് കുഴിക്കകത്തോട്ട് മറ്റേ വലിയ കാച്ചിലൊക്കെ ഒരാൾക്ക് അമ്മയുടെ അത്രയും വലിപ്പം കാണും. വേറെ കാച്ചിലൊക്കെ ഉണ്ട്, വലിയ സാധാരണ കാച്ചില്. അത് ഒരു ദിവസമോ 2 ദിവസവും കൊണ്ടൊക്കെ ഒരു കാച്ചിൽ പോലത്തെ എടുക്കണേ. നാളെ 2 ദിവസമൊക്കെ കളച്ച് വലിയ കിണറ് പോലെ താത്തണം. 4 ചുറ്റും വക്കി. എന്നാലല്ലേ അത് ഇതില്ലാതെ കിട്ടുള്ളൂ. ഒരൊറ്റ കാച്ചിൽ എടി അമ്മേനെക്കാളും വലിപ്പത്തിൽ അത്രയും നീളത്തിലുണ്ടെന്നേ. ജോഷി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആള് ഞാനാണ്. എന്തിനാ അമ്മയുടെ സ്ഥാനത്ത് കാച്ചിലായിരുന്നെങ്കിലോ? കണ്ടോ, ഞങ്ങൾക്ക് കുറച്ച് മഞ്ഞളേ കിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ നമുക്ക് കുറച്ച് മഞ്ഞളേ കിട്ടിയിട്ടുള്ളൂ. വെറുതെ പണി ചെയ്തെല്ലാം പോയല്ലോ. വളരെ കുറച്ച്, ഏകദേശം വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഇത് കാണിക്കും ഒരെണ്ണെടുത്തിട്ട് സൂം ചെയ്യും. ഓക്കെ ഉണ്ടാ സാധനങ്ങളാണ്. അപ്പോൾ വളരെ കുറച്ച് മഞ്ഞ കിട്ടേണ്ട ഒരു സങ്കടമുണ്ട്. അപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് ഇങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഞങ്ങൾക്ക് കുറേ പണിയെടുക്കാനുണ്ട് കേട്ടോ. ഈ ഇഞ്ചിയുടെ ശരിയാക്കണം, എല്ലാമൊക്കെ ശരിയാക്കണം. അപ്പോൾ ഇഞ്ചി മഞ്ഞൾ അതിൻ്റെ ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. കുറേ പണികളുണ്ട്. പിന്നെ എനിക്കും കുറച്ച് പഠിക്കാനുമുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. This is Anna Signing off.